എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വാക്കുകളാണ്. പ്രധാനമായിട്ടും രാവിലെ തൊട്ട് ബ്രദറിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വാക്ക് പറഞ്ഞിരുന്നത് വിശാലത, പിന്നെ കോമ. ഇതെല്ലാം കോമയാണ് കേട്ടോ. വിശാലത, കോമ, പിന്നെ വിത്ത്, കോമ, അങ്ങനെ കുറേ അധികം വേർഡ്സാണ് വളരെയധികം സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ഉച്ചക്കത്തെ സെഷന് മുന്നേ 2 വി ആയിരുന്നു എന്നെ മനസ്സിൽ തട്ടിയത്. 2 വി, മലയാളത്തിലെ വി, വിമർശനവും നേരത്തെ പറഞ്ഞ വിശാലതയും. അപ്പോൾ വിമർശനങ്ങൾ പൊതുവെ ഞാൻ ചെയ്യാറുള്ള ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. പിന്നെ വിശാലത ഒട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ആളായത് കാരണം, രണ്ടും ഉള്ളത്, ഒന്നുള്ളതും ഒന്നില്ലാത്ത ആളായത് കാരണം ഞാനെപ്പോഴും വിമർശിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ ചേച്ചി പറയുമായിരുന്നു, എടാ നീ ആ വ്യക്തിനെ വിമർശിക്കരുത്. ഞാൻ അച്ഛന്മാരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ സെമിനാരിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടായിരിക്കും ഭയങ്കര അച്ഛന്മാരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. നാച്ചുറലി അങ്ങനെ കുറ്റം പറയുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ ചേച്ചി പറയായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ബ്രദർ എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായത്. കാരണം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വി ആർ നോട്ട് ക്രിട്ടിസൈസിങ് ദാറ്റ് പേഴ്സൺ, ബട്ട് വി ആർ ക്രിട്ടിസൈസിങ് ദ സ്പിരിറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ അത് നിർത്താൻ ഞാൻ തീരുമാനിച്ചു. രണ്ടാമത്തെന്ന് വെച്ചാൽ വിശാലത. അത് മനസ്സിങ്ങനെ സങ്കുചിതമായ ഒരു മനസ്സായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ബീങ് ഓപ്പൺ. അതൊരു തീരുമാനം എടുത്തു. ഉച്ചക്ക് ശേഷത്തിൻ്റെ ബ്രദറിൻ്റെ സെഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞ ആ ഒരു മാർക്കിൻ്റെ ആ ഒരു വേഴ്സാണ്. സോ ദാറ്റ് they may look and look but never perceive, listen and listen but never understand, to avoid changing their ways and be healed. അപ്പോൾ ഐ വാസ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുമായിരുന്നു, എല്ലാവരും ഈശോ പറഞ്ഞ ആ വാക്കുകളിൽ ആ ഒരു നെഗറ്റിവിറ്റിയാണ് കണ്ടത്. പക്ഷെ ഞാൻ ആ ലാസ്റ്റ് 3 വേർഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പെർസീവ്, അണ്ടർസ്റ്റാൻഡ്, ഹീൽഡ്. ഇതിനകത്ത് പെർസീവും അണ്ടർസ്റ്റാൻഡും ഏകദേശം സെയിം മീനിങ് ആണ്. പെർസീവ് മീൻസ്, പെർസീവിൻ്റെ മീനിങ് ആയിട്ട് പറയുക ടു അണ്ടർസ്റ്റാൻഡ് ഓർ ബി കോൺഷ്യസ് അബൌട്ട് സംതിങ്. ഇനി അണ്ടർസ്റ്റാൻഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു പെർസീവ് സംതിങ്. ഇപ്പോൾ രണ്ടും സെയിം മീനിങ് ആണ്. മൂന്നാമത്തെ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട്, ഹീൽഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ലൈഫിലുണ്ടെന്നുള്ളത് ആദ്യമേ നമ്മൾ കോൺഷ്യസ് ആണ്, പെർസീവ് ചെയ്യണം. ദെൻ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദെൻ വി ഷുഡ് ഗെറ്റ് ഹീൽഡ്. അപ്പോൾ ഈശോ അൾട്ടിമേറ്റ്ലി പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ബ്രദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇന്ന് പറഞ്ഞ മൊത്തം കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വിത്തിൻ്റെ, സോവറിൻ്റെ ആ ഒരു ഉപമ, പിന്നെ ചെരുപ്പ്, അത് വളരെയധികം ടച്ചിങ് ആയിരുന്നു. കാരണം ദൂർത്തപുത്രൻ്റെ ഉപമയെ കുറിച്ച് കുറേ അധികം കേട്ടിട്ടുണ്ടെങ്കിലും ചെരുപ്പിട്ട് കൊടുത്തപ്പോൾ എടാ നീ അത് മുന്നോട്ട് പോകുമ്പോൾ വീഴാതിരിക്കാനുള്ള ഒരു സ്ട്രൈക്കിങ് കൈൻഡ് ഓഫ് തോട്ട്. അത് സാധാരണ എല്ലാവരും പറയാ ചെരുപ്പിടിച്ചത് അവൻ അടിമയായിരുന്നു, അടിമത്തിൽ നിന്നുള്ള മോചനമായിരുന്നു എന്നാണ്. പക്ഷെ അതൊരു ഇത് ബ്രദറിൻ്റെ ഒരു വേറെ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു. സോ ദാറ്റ് വാസ് സ്ട്രൈക്കിങ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ കുറച്ചൊക്കെ ചെരുപ്പിടാൻ തീരുമാനിച്ചു. താങ്ക് യു.